ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ച് ബാറ്ററിലോട്ട് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റർ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, വിസ്ക് വെച്ച് മിക്സ് ചെയ്താലും കുഴപ്പമില്ല. ഇനി അതിലോട്ട് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞ് ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊന്തി വന്ന മാവ് താന്നു പോകും. ഈ ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരിച്ച് നമുക്ക് നമ്മുടെ ബാറ്ററിലോട്ട് ചേർക്കാം. ബാറ്ററിലോട്ട് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്, ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്ത് നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ നമുക്കിന്നൊരു ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിക്കാം. ഞാൻ ബേക്കിംഗ് ട്രേ ആദ്യമേ ഗ്രീസ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചതാണ്. അതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൽ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. എന്നിട്ട് നന്നായിട്ട് കൈ യൂസ് ചെയ്തിട്ട് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യുമ്പോൾ അതിൽ വലിയ വലിയ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. അപ്പം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് നേരെ കുക്കറിലോട്ട് വെക്കാം. ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഓവൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവൺ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. കുക്കറിൽ ഒരു 15 to 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തിട്ട് എടുത്തതാണ് ഞാൻ. കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കാൻ വിട്ടുപോയി. ഞാൻ കട്ട് ചെയ്തിട്ട് പണ്ട് വാങ്ങിച്ചൊരു ഡ്രീം കേക്കിൻ്റെ മുകളിൽ തന്നെ സെറ്റ് ചെയ്യുന്നു. അതിലോട്ടിട്ട് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സും കൂടെ ആഡ് ചെയ്ത് ലെയർ ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് ഒരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കി അതും കൂടെ ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തു. എൻ്റെ അടിയത്തത് കുറച്ച് കട്ടിയാവാത്തതുകൊണ്ട് ചോക്ലേറ്റ് ഇട്ടപ്പോൾ അതിൽ മിക്സ് ആയിപ്പോയി. കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്ത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിലോട്ട് നമുക്കിനി ഒരു ചോക്ലേറ്റിൻ്റെ ലെയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ലെയറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കൊക്കോ പൗഡർ വെച്ചിട്ട് ഒന്ന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ സെറ്റായി. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.